ഹരിശ്രീ ഗണപതയെ നമ. അവിഘ്നമസ്തു. ഗുരുഭ്യോ നമഃ. വസുദേവസുതൻ ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഓം ശ്രീ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ എല്ലാ മനസ്സിൽ സ്നേഹാർദ്രമായ ചിന്തകളും വാത്സല്യത്തിൻ്റെയും പ്രേമത്തിൻ്റെയും ഭക്തിയുടെയും ചിന്ത ഒരുപോലെ കൊണ്ടുവരുന്ന ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമായി ആഘോഷിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ ജന്മസമയത്ത് ഗ്രഹങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 28ാം മഹായുഗത്തിലെ ദ്വാപര യുഗത്തിലാണ് ശ്രീകൃഷ്ണ ജനനമെന്ന് വിഷ്ണു പുരാണത്തിൽ പരാമർശിക്കുന്നു. കൃഷ്ണൻ 125 വർഷം ജീവിച്ചതായി ഭാഗവതം 2ാം സ്കന്ധം 6ാം അധ്യായത്തിൽ പറയുന്നു. ഭാഗവതം 2ാം സ്കന്ധം 7ാം അധ്യായത്തിലെ 2ാം ശ്ലോകത്തിൽ കൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തപ്പോഴാണ് കലിഭൂമിയിൽ പ്രവേശിച്ചതെന്ന് പറയുന്നു. അപ്പോൾ 3102 BC നിന്ന് 126 വർഷം പിന്നിലേക്ക് എടുത്താണ് 3228 കൃഷ്ണജനനം എന്ന് പറയുന്നത്. 3102 ഫെബ്രുവരി 18-ാം തീയതി വെള്ളിയാഴ്ചയാണ് കലിയുഗം ആരംഭിച്ചതായിട്ട് കണക്കാക്കുന്നത്. അതായത് ക്രിസ്തുവിന് മുമ്പ് 3227 ജൂലൈ 19-ാം തീയതി ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണി നാൾ അർദ്ധരാത്രിയിൽ മധുരാപുരിയിലാണ് അദ്ദേഹം വസുദേവനന്ദൻ്റെയും ദേവകിയുടെയും പുത്രനായിട്ട് ഭൂജാതനായത്. ഭാഗവതം ദശമസ്കന്ധത്തിൽ ചിങ്ങമാസത്തിൽ അസിതാഷ്ടമി വിരിഞ്ചതാരങ്ങൾ തങ്ങളിൽ ചേർന്ന് നിന്നരും നിശാകാലെ പന്നകശായി പരംപുരുഷൻ വസുദേവർ തന്നുട തനയനായി അവതാരം ചെയ്താനെന്ന് സ്പഷ്ടമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വരാഹ പുരാണത്തിലും എല്ലാം അദ്ദേഹത്തിൻ്റെ അവതാരങ്ങളെ പറ്റി നന്നായിട്ട് പറയുന്നുണ്ട്. വരാഹപുരാണത്തിൽ ശ്രീകൃഷ്ണൻ്റെ അവതാര സമയത്തിൻ്റെ പഞ്ചാംഗം വിശദമായി തന്നെ തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. സിംഹരാശിഗതേ സൂര്യേ ഗഗനേ ജലദാകുലേ മാസി പ്രോഷ്ടപദേ ക്ഷമ്യ അർദ്ധരാത്രേ വിദൂതേ ബുധവാരേ വൃഷലഗ്നേ രോഹിണ്യാചരമാംശകേ ശുഭേ ഹർഷണയോഗേന കൗലവേന യുധാ തഥാ വസുദേവേന ദേവയ്ക്ക മഹം ജാതോസ്മി പത്മജ. പഞ്ചാംഗം കണക്കാക്കുവാൻ ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കാം. വരാഹപുരാണത്തിൻ്റെ ഇത്രയും വർഷം പഴക്കമുണ്ട് ഇതിന് എന്നുള്ളത് വളരെ അത്ഭുതാവഹമായ കാര്യമാണ്. അന്നേ ജ്യോതിശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം വരാഹപുരാണ സമയത്തിലേ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതായത് BC ക്രിസ്തുവിന് മുമ്പേ തന്നെ ജ്യോതിഷത്തിന് വളരെ പ്രാധാന്യം നേടിയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ശ്രീ പുലിയൂർ പുരുഷോത്തമൻ തിരുമേനി ഗണിത നിർണയത്തിലൂടെ പഞ്ചാംഗം കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നു. അതിനെപ്പറ്റി നമുക്കൊന്ന് വിശദമായിട്ട് ചിന്തിക്കാം. അതായത് സൂര്യൻ ചിങ്ങൻ രാശിയിലായതിനാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം 120 ഡിഗ്രിക്കും 150 ഡിഗ്രിക്കും ഇടയിലായിരിക്കും സൂര്യൻ നിൽക്കുന്ന സ്ഫുടം എന്ന് മനസ്സിലാക്കാം. രോഹിണി നക്ഷത്രമാണെന്ന് അറിയാവുന്നതുകൊണ്ട് രോഹിണി നക്ഷത്രത്തിൻ്റെ ചര അംശകമാണ്. രോഹിണി നക്ഷത്രത്തിൻ്റെ ചര അംശകമായതിനാൽ 50 ഡിഗ്രിക്കും 53 ഡിഗ്രി 20 മിനിറ്റിനും ഇടയിലാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതായത് ചന്ദ്രൻ നിൽക്കുന്നത്. ഇനി കറുത്ത അഷ്ടമിയുടെ ഉത്തരാർത്ഥം, അതായത് പന്നിക്കരണമാണെന്ന് പറയുന്നു. അതെങ്ങനെ അതിൻ്റെ ആ ഒരു സ്ഫുടം നോക്കിയാൽ 270 ഡിഗ്രിക്കും 276 ഡിഗ്രിക്കും ഇടയിലായിരിക്കണം എന്ന് മനസ്സിലാക്കാം. ഇനി നിത്യയോഗം പറയുന്നു. ഹർഷണനാമ നിത്യയോഗമാകിയാൽ 173 ഡിഗ്രി 20 മിനിറ്റിനും 186 ഡിഗ്രി 40 മിനിറ്റിനും ഇടയിലാണ് ചന്ദ്രാർക്ക നിത്യയോഗം. അപ്പോൾ ചന്ദ്രോദയ സമയത്താണ് ശ്രീകൃഷ്ണൻ്റെ ജനനം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ലഗ്നം ചന്ദ്രോദയ സമയത്തായിരിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണൻ ജനിച്ചത് ചന്ദ്രോദയ സമയത്തായതുകൊണ്ട്
നമുക്ക് ആ സൂര്യൻ്റെ സ്ഫുടം മനസ്സിലാക്കിയാൽ നമുക്കത് ലഗ്നം കണക്കാക്കാൻ പറ്റും. അതിനെപ്പറ്റി വിശദമായിട്ട് ബാലകൃഷ്ണ വാര്യർ സാർ ഒരു ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. അതായത് നമുക്കറിയാം അഷ്ടമിയിലാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത്. അപ്പം കറുത്ത വാവിന് ഒരു ചന്ദ്രന്മാർ ഒരുമിച്ച് സൂര്യൻ അസ്തമിക്കുകയും അതുപോലെ ചന്ദ്രൻ ഉദിക്കുകയും ചെയ്യും, അല്പസമയ വ്യത്യാസത്തോടുകൂടി. അപ്പോൾ പിന്നീട് ഓരോ ദിവസവും ചന്ദ്രൻ ശരാശരി 48 മിനിറ്റ് കഴിഞ്ഞാണ് ഉദിക്കുന്നത്. 7 ദിവസം കഴിയുമ്പോൾ, അതായത് 48 × 7 336, 5 മണിക്കൂർ 36 മിനിറ്റ് കഴിഞ്ഞാണ് ചന്ദ്രൻ ഉദിക്കുന്നത്. സൂര്യൻ അസ്തമിക്കുന്നത് പകൽ 6:44 അപ്പോൾ അന്ന് ചന്ദ്രൻ ഉദിക്കുന്നത് രാത്രി 24:20 മനസ്സിലാക്കണം. മധുരാപുരിയിൽ അന്ന് അർദ്ധരാത്രി 24:26 ഇത്. ഉദയാൽപ്പഴം 45 നാഴിക 15 വിനാഴികയ്ക്കാണ്. ചന്ദ്രോദയ സമയത്തും അർദ്ധരാത്രിയിലും ഇടവം രാശിയാണ് മധുരാപുരിയിൽ ഉദിച്ചു നിൽക്കുന്നത്. ഇതിൽ നിന്നും ജ്യോതിശാസ്ത്രത്തിൻ്റെ പഴക്കവും കൃത്യതയും ഒക്കെ ഊഹിക്കാവുന്നതാണ്. ജ്യോതിശാസ്ത്ര പണ്ഡിതനായ ഡോക്ടർ BV രാമൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ശ്രീകൃഷ്ണൻ്റെ ഗ്രഹനില കുറിച്ച് തന്നിട്ടുണ്ട്. അത് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം. അതിൽ ശുക്രക്ഷേത്രമായ ഇടവ ലഗ്നത്തിലാണ് ശ്രീകൃഷ്ണൻ്റെ ജനനം. ലഗ്നത്തിലെ ചന്ദ്രസ്ഥിതി, അവിടേക്ക് ശനിയുടെ ദൃഷ്ടി എന്നിവ ഭഗവാന്റെ രൂപസൗന്ദര്യത്തെയും കാർമേഘവർണ്ണത്തെയും സാധൂകരിക്കുന്നു. ഇടവം ലഗ്നത്തിന് ശനി യോഗകാരകനാകുന്നു. അതുകൊണ്ട് തന്നെ ആ ശനി ലഗ്നത്തിലേക്ക് കൂടാതെ 4ലേക്കും 9ലേക്കും ദൃഷ്ടി ചെയ്യുന്നു. ഇനി 3ൽ നീചഭംഗം ചെയ്ത കുജൻ്റെ സ്ഥിതിയാണുള്ളത്. അല്ല, നമുക്ക് ലഗ്നത്തെ തന്നെ കൂടുതലൊന്ന് ചിന്തിക്കാം. ലഗ്നം ഇടവ ലഗ്നമാണ്. ഇടവ ലഗ്നം നമുക്ക് ഹോരയിൽ പറഞ്ഞിരിക്കുന്നത് ഓർമ്മ വേണം. അത് എന്തെന്നാൽ ചന്ദ്രൻ ഇടവത്തിൽ നിന്നാൽ സുന്ദരമായ ശരീരവും ഭംഗിയുള്ള നടത്തവും കുറച്ച് പരന്ന മുഖവും തുടകളുള്ളവനുമായിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇതുമായിട്ട് നമുക്ക് വളരെ സാമ്യമുള്ളതായിട്ട് തോന്നുന്നത്, ആദ്യകാലത്തുണ്ടായിരുന്ന ബന്ധുക്കളെ വിട്ടുപിരിയേണ്ടി വരും എന്നാണ് പറയുന്നത്. വേറെ ചില ബന്ധുക്കളെ ലഭിക്കുകയും ചെയ്യും. അതുപോലെ സകല ജനങ്ങൾക്കും ഇഷ്ടനും ക്ഷമാവാനും ജഠരാഗ്നിക്ക് നല്ല ബലമുള്ളവനും സ്ത്രീകളിൽ ആസക്തിയുള്ളവനും അങ്ങനെ ഏറ്റവും സ്ഥൈര്യമുള്ള ബന്ധുക്കൾ ഉണ്ടായിരിക്കുന്നവനും യൗവനത്തിലും വാർദ്ധക്യത്തിലും സുഖിയായിരിക്കുകയും ചെയ്യുക. ഈ ഫലങ്ങളൊക്കെ അനുഭവിക്കുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി 3-ാം ഭാവത്തിൽ നീചഭംഗം ചെയ്ത ചൊവ്വ നിൽക്കുന്നു. ഭഗവാൻ വലിയ യുദ്ധനിപുണനും രാഷ്ട്രതന്ത്രജ്ഞനും നയകോവിദനും ആയത് ഇതിനാലാകാം എന്ന് നമുക്ക് ചിന്തിക്കാം. ചന്ദ്രൻ്റെ ഉച്ചസ്ഥിതി അദ്ദേഹത്തിൻ്റെ മാനസിക വലിപ്പവും മനോബലവും കാണിക്കുന്നു. എന്നാൽ ചന്ദ്രൻ 3-ാം ഭാവത്തിൻ്റെ ആധിപത്യം ചന്ദ്രന് ലഭിക്കയാൽ മനക്ലേശവും മനസമ്മർദ്ദവും പല അവസരത്തിലും അനുഭവിക്കേണ്ടി വരുന്നുണ്ട് താനും. ഇനി നമുക്ക് 5ൽ മൂലത്രികോണ രാശിയിൽ ബലവാനായി നിൽക്കുന്ന വിദ്യാകാരകനായ ബുധൻ്റെ സ്ഥിതി നോക്കാം. അദ്ദേഹത്തിൻ്റെ അനിതര സാധാരണമായ ബുദ്ധിയും വാഗ്വൈഭവവും അതിൽ നിന്ന് ആ ബുധൻ്റെ സ്ഥിതി നമുക്ക് കാണിച്ചു തരുന്നു. ഭഗവത്ഗീതയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വാഗ്വിലാസം എന്തെന്ന് മനസ്സിലാക്കാം. 64 വിദ്യകളും ഭഗവാൻ 64 ദിവസങ്ങൾ കൊണ്ട് സ്വായത്തമാക്കി എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. 4ലെ സ്ഥിതി നോക്കൂ. യോഗകാരക ദൃഷ്ടിയോടെ 4ൽ നിൽക്കുന്ന രവിയും ഗുരുവും യോഗവിദ്യയിലും ആധ്യാത്മിക ജ്ഞാനത്തിലും ഭഗവാനുള്ള ഔന്നത്യത്തെ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ ലഗ്നാധിപനായ ശുക്രനും 12-ാം ഭാവാധിപനായ ചൊവ്വയും രാഹുവോടൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ് കൃഷ്ണജനനം കാരാഗ്രഹത്തിലായതെന്ന് BV രാമൻ വിശദീകരിക്കുന്നു. അതുമാത്രമല്ല, 7-ാം ഭാവാധിപത്യമുള്ള ചൊവ്വയ്ക്ക് രാഹു സംബന്ധം വന്നതിനാലാണ് ആയുധം കൊണ്ട് മരണപ്പെടേണ്ടി വന്നതെന്നും അദ്ദേഹം അനുമാനിക്കുന്നു. വൃശ്ചികത്തിൽ ശനി നിന്നാൽ ബന്ധനവും വധവും അനുഭവമാകും എന്ന് പല ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും പരാമർശമുണ്ട് താനും. കളത്രകാരകനായ ശുക്രനും 7-ാം ഭാവാധിപനായ കുജനും രാഹുവിനോടൊപ്പം നിൽക്കയാൽ
ഭഗവാൻ സ്ത്രീകൾക്ക് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് കരുതാം. എന്നാൽ ഭഗവാന് ലൗകിക ജീവിതത്തേക്കാൾ കുജൻ നീചം ഭവിച്ച് നിൽക്കയാൽ സത്യത്തിൽ ഭഗവാൻ ഒന്നിലും വൈകാരിക ആസക്തികളല്ല ഉണ്ടായിരുന്നതെന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ താനും. അദ്ദേഹം 126 വയസ്സ് വരെ ജീവിച്ച് ദീർഘായുസ് ആയിട്ട് ജീവിച്ച ഒരു അവതാര പുരുഷനായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ദശകളും അദ്ദേഹത്തിന് അനുഭവിക്കാൻ പറ്റി എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തിൻ്റെ ദശാകാലങ്ങളിലെല്ലാം നമുക്ക് പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും ആയിട്ട് പാകപ്പെട്ടത് അത് എന്ന് മനസ്സിലാക്കാം. അത് ഇനിയൊരു അവസരത്തിൽ സംസാരിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നന്ദി, നമസ്കാരം.